റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ രണ്ടാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 16-ന് കോട്ടയ്ക്കൽ OPS പാലസിൽ വെച്ച് നടക്കും. മന്ത്രി V. അബ്ദുറഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 26-ന് കോട്ടയ്ക്കൽ OPS പാലസിൽ വെച്ചാണ് സമ്മേളനം നടക്കുക. മന്ത്രി V. അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് സാബു വർഗീസ് അധ്യക്ഷനാകും. IBA മെമ്പർമാരായി രജിസ്റ്റർ ചെയ്ത 2000-ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ബോബി ചെമ്മണ്ണൂർ, അബ്ദുൾ സമദ് സമദാനി MP, MLA മാരായ PK കുഞ്ഞാലിക്കുട്ടി, KT ജലീൽ, NA നെല്ലിക്കുന്ന്, AP അനിൽകുമാർ എന്നിവരും ഫാദർ ചിറമൽ, അജിഫാൻ മുഹമ്മദ് കുട്ടി, സുധീർ സുകുമാരൻ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരും ഭാഗമാവും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ വിവിധ സെഷനുകൾക്ക് പുറമെ കൊച്ചിൻ കലാഭവൻ ജിൻഡോ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന മ്യൂസിക് ആൻഡ് കോമഡി ഷോയും അരങ്ങേറും. സംഘടനയെ ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനും മെമ്പർമാരുടെയും കുടുംബത്തിൻ്റെയും ക്ഷേമ പ്രവർത്തനത്തിനും ശ്രമങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ സംഘടനയുടെ ഒരു മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് IBA എന്നാണ് നമ്മുടെ ചുരുക്കപ്പേര്, ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ഇത് നമ്മുടെ രണ്ടാം സമ്മേളനം, ഒന്നാം സമ്മേളനം കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ, ആശീഷ് കൺവെൻഷൻ നടന്നപ്പോൾ വ്യവസായ മന്ത്രി P. രാജീവാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉമാ തോമസ് MLA, MP, IBA അങ്ങനെ ഉള്ള ആളുകളായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ രണ്ടാം സമ്മേളനത്തിന് വന്ന് ഇവിടുത്തെ നമ്മുടെ സ്പോർട്സ് മന്ത്രി V. അബ്ദുറഹ്മാൻ, MP കുഞ്ഞാലിക്കുട്ടി, മുൻ MLA കുഞ്ഞാലിക്കുട്ടി, ഇപ്പോഴത്തെ MLA തന്നെ കുഞ്ഞാലിക്കുട്ടി, പിന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ, സുധീർ സുകുമാരൻ, ഡേവിഡ് ചിറമൽ അച്ഛൻ, ഫാദർ ഡേവിഡ് ചിറമൽ, വാവ സുരേഷ്, അങ്ങനെ ഒരുപാട് സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള KT ജലീൽ, പിന്നെ അബ്ദുൾ സമദ് സമദാനി അടക്കമുള്ള ഒരുപാട്, അജ്ഫാൻ്റെ അഹമ്മദ് കുട്ടിക്ക, അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനം ഏപ്രിൽ 26-ാം തീയതിയാണ് ഇവിടെ കോട്ടയ്ക്കൽ വെച്ച് നടക്കുന്നത്. ഇത് നമ്മളെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ആളുകൾക്ക് ഒരു ഏകീകൃത കമ്മീഷൻ വ്യവസ്ഥ കൊണ്ടുവരിക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം. രണ്ടാമത് ഇവർക്കൊരു പെൻഷൻ പദ്ധതി നടപ്പാക്കുക. ഈ മേഖലയിലുള്ള തൊഴിലാളികൾ, കേരളത്തിലെ മറ്റുള്ള എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും, സമസ്ത മേഖലയിലും മത്സ്യത്തൊഴിലാളികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ഇല്ലെങ്കിൽ സർക്കാർ ജോലിക്കാർക്കും അടക്കം യൂണിയനുകളും അവർക്ക് കൃത്യമായ വേതനവും കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വ്യാപരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക്, അതായത് ബ്രോക്കർമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിഭാഗത്തിന് മാത്രം ജോലിക്ക് കൂലി ചോദിച്ച് വാങ്ങാനുള്ള ഒരു അവകാശമില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ മേഖലയിലും അതുണ്ട് എന്നിരിക്കെ അപ്പോൾ ഒരു ഏകീകൃത കമ്മീഷൻ വ്യവസ്ഥ സർക്കാരിൻ്റെ ബില്ലിൽ അത് കൊണ്ടുവരിക. കഴിഞ്ഞ പിന്നെ സെക്രട്ടേറിയറ്റിൽ ഞാൻ പോയി സംസാരിക്കുന്ന സമയത്ത് 38ഓളം MLA-മാരെ കാണുകയും അവർക്ക് അവരുടെ മുമ്പിൽ നമ്മൾ നിവേദനമായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ ഈ പിന്നെ കേരളത്തിൽ മലയാളികൾക്കിടയിൽ, ജനങ്ങൾക്കിടയിലേക്ക് റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ മേഖലയാക്കി കൊണ്ടുവരികയും ഈ മേഖലയിൽ വ്യാപരിക്കുന്ന ആളുകളെ അന്തസ്സത്തുള്ള ഒരു ജോലിക്കാരായി, ഇതില്ലെങ്കിൽ ഈ ജോലി ചെയ്ത് അവർക്കൊരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളും ഇൻവെസ്റ്റേഴ്സിനെയും ഒക്കെ ആകർഷിച്ച്, പുറത്തുനിന്ന് ആകർഷിച്ച് ഇൻവെസ്റ്റേഴ്സും ബിൽഡേഴ്സും എല്ലാം കൂടിക്കൊണ്ട് ഒരു സമന്വയിച്ച് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഈ IBA എന്ന ഈ സംഘടന നിലവിൽ വന്നിരിക്കുന്നത്. IBA സംസ്ഥാന അധ്യക്ഷൻ സാബു വർഗീസ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുരേഷ് തിരൂർ, സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്റർ ഷാഫി കുന്നത്ത്, റിഷാദ് എടശ്ശേരി, ഷർഫുദ്ദീൻ ചെമ്പ്ര, ഇർഷാദ് പുറത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.